ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും ബി നിലവറയെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതിൽ വെച്ചിട്ട്? അത് ഈ പാമ്പ് വെളിയിൽ സോഷ്യൽ മീഡിയയിൽ കാണിച്ചില്ലേ, ഈ പാമ്പിന്റെ പടം, പൂട്ടില് പാമ്പ് ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നു, ഒരാൾ പാട്ട് വായിക്കുന്നു, പാട്ടുപാടിയ മാത്രം തുറക്കുന്നു, പാമ്പ് തനിയെ പൂട്ടിന്റെ അവിടെ നിന്ന് മാറുന്നു, പൂട്ട് തുറക്കുന്നു, അകത്തോട്ട് പോകുന്നു. നമ്മൾ ഈ നാഗമാണിക്യമൊക്കെ സൂക്ഷിക്കുന്ന കഥകൾ കേട്ടിട്ടുള്ളത് പോലത്തെ പ്രസന്റേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞ സ്വർണ്ണ തേങ്ങയുണ്ടെന്ന്. സ്വർണ്ണത്തെ അത് ബി നിലവറയെന്നാ പറഞ്ഞത്, പക്ഷെ ശരിക്കും എ നിലവറയിലാണ് ഉള്ളത്. ഉണ്ടോ? ഗോൾഡിന്റെ ഷേപ്പിലുള്ള ഇരിപ്പുണ്ട്. ആണോ? ഒരെണ്ണം ചെറുത്, പക്ഷെ തൊട്ട് വെരി ഫ്ലിംസി, ചെറിയ ഗോൾഡ് വെച്ചാൽ ഉണ്ടാക്കുന്നത്, അത് സോളിഡ് അല്ല. ആണല്ലേ? അപ്പൊ ശരിക്കും അതൊക്കെ ഉള്ളതാണല്ലേ? കുറച്ചൊക്കെ ഉള്ളതാണ്, പക്ഷെ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ ആൾക്കാർ ഇതിന്റെ മൂല്യം നിർണയിച്ച് പറയുന്നത് പലയിടത്തും മൂല്യനിർണ്ണയം സംഭവിച്ചിരുന്നോ? ഇല്ല, ഫോട്ടോ എടുത്ത് ഡോക്യുമെന്റ് ചെയ്തേ ഉള്ളൂ, മൂല്യം ഇല്ല. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ദശലക്ഷം കോടികൾ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റിന്റെ കോയിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ തിങ്ക് 1340 മറ്റേ ഉള്ളത്. അപ്പൊ അതിന്റെ മൂല്യം എങ്ങനെ നിർണ്ണയിക്കാം? ഇപ്പം അങ്ങനെ ഒരുപാട് അറേബ്യൻ കോയിൻസ് ഉണ്ട്, ജാപ്പനീസ് ചെറിയ പെഗോഡാസ് പോലത്തെ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് കോയിൻസ് പോലെ. നാഗങ്ങളാണ് കാവലിരിക്കുന്നതെന്ന് പറയുന്നതിൽ അതിന്റെ എ നിലവറയുടെ ഭിത്തിയില് നമ്മളിങ്ങനെ ഈ ഭിത്തിയിൽ ഇത്രയും പൊക്കത്തൊരു നാഗത്തിനെ കൊത്തി വെച്ചിട്ടുണ്ട്. ആ ഭിത്തിയുടെ അപ്പുറത്താണ് ബി നിലവറ. അപ്പം ബി നിലവറയിൽ നാഗങ്ങൾ കാവലിരിക്കാൻ സാധ്യതയുണ്ട്. തള്ളിക്കളഞ്ഞൂടാ. ഈ കാണപ്പെട്ട ദൈവങ്ങളാണ് നാഗങ്ങൾ എന്നാണല്ലോ പറയുന്നത്. നാഗങ്ങൾ നിധിയുള്ളിടത്ത് നാഗം വരും എന്ന് പറയാം. നിധി കാക്കാൻ വേണ്ടി നാഗം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും സ്വത്ത് ആഭരണങ്ങളൊക്കെ എൻ്റെ അകത്ത് ഇരിക്കുകയല്ലേ. അപ്പൊ അതിനെ സിംബലൈസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ആ കുത്തിവെച്ച്. പിന്നെയും പറയുന്നുണ്ട്, ഈ പണ്ടത്തെ കാലത്ത് ഈ നമ്മൾ ഈ മറ്റേ KCB കണ്ടില്ലേ, 2 എല്ലും തലയോട്ടും ഡേഞ്ചർ. പണ്ടത്തെ കാലത്ത് നാഗം വെക്കുന്ന ഡേഞ്ചറിന്റെ ഒരു സിംബോളിക് അന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് തുറക്കാൻ പാടില്ല, അപകടം ഉള്ളതും സൂചനയായിരിക്കും. എന്തൊക്കെയല്ലേ. ഈ അമ്പലത്തിന് 6 അറകളുണ്ട്. 6ാമത്തെ അറ ഭഗവാന്റെ ആണ്, അത് മനുഷ്യനാൽ തുറക്കാൻ പറ്റില്ല. അതാണോ ബി? അല്ല, അത് അങ്ങനെ ഒരു കഥ കേട്ടു. അതാണോ ബി? അതായിരുന്നു എന്റെ ചോദ്യം. അതാണോ ബി? അതോ അങ്ങനെ ഒരു അറ വേറെ ഉണ്ടോ? 6 അറകളിൽ 6ാമത് ഭഗവാന്റെ, അത് മനുഷ്യനാൽ തുറക്കപ്പെടില്ല എന്നാണ് കേട്ടത്. 6 അറാന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ കേസ് വന്നപ്പോ കേട്ടതല്ലേ? അത് ശരിക്കും ശ്രീകോവിലിന്റെ അവിടെ തന്നെ ഈ അറയല്ലേ, ഈ ഓരോന്ന് സൂക്ഷിക്കുന്ന മുറിയൊക്കെയാണ് ഇവര് അറയായിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ തുറക്കാത്തത് ഈ ആകപ്പാടെ 2 ഉണ്ടെന്നുള്ളൂ, C വാൾട്ടും B വാൾട്ടും. ബാക്കി എല്ലാം അമ്പലം ദിവസവും ഓൾമോസ്റ്റ് തുറക്കുന്ന വാൾട്ടുകളാണ്. ഈ ഇത്രയും, അതായത് നമ്മുടെ ലോകത്തിലേക്ക് ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം എന്നുള്ളത് പറയുമ്പോൾ ആൾക്കാർക്കൊരു ധാരണയുണ്ട്, അത്രയും സമ്പന്നമാണ് അല്ലെങ്കിൽ അത്രയും സമ്പത്ത് ഈ രാജകുടുംബത്തിനും ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അത് പെരുമാറാൻ ഇവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടാവും? നമുക്ക് അമ്പലത്തിലെ സ്വത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇല്ലല്ലേ? ഇല്ല. ഇതെല്ലാം അമ്പലത്തിൽ നമ്മൾ ഈ ഒരു സാധനം അമ്പലത്തിൽ കാണിക്ക ഇടുന്നു, ഇപ്പൊ 100 രൂപ, തിരിച്ചത് എനിക്ക് അതിന് 50 രൂപ വേണമെന്ന് ചോദിക്കാം. ഇപ്പോൾ ഇതെല്ലാം അമ്പലത്തിൽ സബ്മിറ്റ് ചെയ്ത് തന്നെ. പിന്നെ പണ്ട് ഓരോ രാജാക്കന്മാരെ സ്ഥാനം ഏൽക്കുമ്പോൾ ഈ തുലാപുരുഷ ദാനം എന്നൊക്കെ ഒരു ചടങ്ങുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു മറ്റേ ത്രാസിലെടുത്തും ഇപ്പുറത്ത് സ്വർണം കൊണ്ടുവയ്ക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ വെയിറ്റ് അനുസരിച്ചുള്ള സ്വർണം ആവുമ്പോഴത്തേക്ക് ആ സ്വർണം അമ്പലത്തിൽ കൊടുക്കും. അങ്ങനെ അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ രാജാവിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ സ്വർണം കൂടുതൽ കിട്ടും, എന്നെ പോലത്തെ ആളാണെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ അല്ലേ? അയ്യോ, ഈ ഓരോ രാജാക്കന്മാർ വന്ന് തൊഴാൻ വരുമ്പോൾ ഇത്ര കീഴ്പ്പണം വെച്ചിട്ടാണ് തൊഴുന്നത്. അതായത് നമ്മളിപ്പം 1 രൂപ നാണയം ഇട്ട് തൊഴുന്നത് പോലെ അവരന്ന് സ്വർണ്ണ കിഴികളിൽ പണം പണ്ടോ അതൊക്കെയാണ് കുമിഞ്ഞു കൂടി ഇവിടുത്തെ നിധിയായി മാറിയത് എന്ന് പറയുന്നുണ്ട്. പറയാനൊക്കൂല, അവര് അങ്ങനെ കിഴിപ്പണമൊന്നുമില്ല. ഈ നിധിയും ഈ നിലവറയിലെ ഇതും രണ്ടും രണ്ടാണോ? അങ്ങനെ ഒരു താരതമ്യവും നിലവറയ്ക്കകത്ത് ഇരിക്കുന്നത് നിധിയാണെന്ന് പറയാൻ പറ്റില്ല, അത് അവിടുത്തെ സമ്പത്തും. നിധി എന്ന് പറഞ്ഞാൽ പറയുന്നത് ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ച് കിട്ടുന്നതാണ്. ട്രഷറും വെൽത്ത് എന്നും പറയുന്ന പോലെ ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ ഈ കുഴിക്കുമ്പോൾ ഇപ്പൊ ഒരു കുടം കിട്ടുന്നു, അത് തുറക്കുമ്പോൾ മുഴുവൻ സ്വർണം, അതാണ് നിധി. പക്ഷെ അതിന് വിധി വേണം കിട്ടാൻ. നിധി കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല.
നോർമലി നമ്മളൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പഴക്കം ചെന്നൊരു തറവാട്ടിലേക്ക് പോയാൽ തന്നെ മനസ്സിൽ ആദ്യം വരുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒരു നിധി ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കൊട്ടാരത്തിൽ ജനിച്ച് വളർന്ന സമയത്ത് ഈ ബി നിലവറ എ നിലവറ എന്നുള്ള കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഇവിടെ എവിടെയെങ്കിലും ഒരു നിധി ഉണ്ടാവുമെന്ന്? ഇവിടെ ഞാൻ ഇത് കേസൊക്കെ വന്നപ്പോ ചോദിച്ചിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ? കൂട്ടുകാരെ ചോദിച്ചിട്ടുണ്ട്, പഴയ അമ്മാന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അമ്മ ഇവിടെ ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. പിന്നെ പണ്ട് എനിക്ക് വന്ന് ഈ കെട്ടണം കല്ലിടുമ്പോ അതിന്റെ അടിയിൽ ഒരു പവനോ അങ്ങനെ സ്വർണം പൊടിച്ച് വെക്കുക, അതൊക്കെയാണ്, അല്ലാതെ ഇവിടെ ഒന്നും ഇല്ല. ഇല്ലല്ലേ? ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ് അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ കുറിച്ച് നമ്മൾ ഈ ത്രീ കിങ്സ് എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. കൊട്ടാരം നിധി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതൊന്നും ഇതുണ്ടായ സമയത്തും ഇറങ്ങിയ സിനിമകളിലും വെച്ച് എല്ലാവരും കുറച്ചുകൂടെ ത്രീ കിങ്സുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പണ്ടത്തെ കാലമാണെങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കേണ്ട ആളെന്നൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അതിന് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഭയങ്കര മോശമായിട്ട് കമന്റ് ചെയ്യാറുണ്ട്. എപ്പോഴെങ്കിലും ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല. അങ്ങനെ നമ്മളോട് ആരെങ്കിലും വന്ന് അങ്ങനെ നേരിട്ട് ആരും പറയില്ല. ഇല്ലല്ലേ? സോഷ്യൽ മീഡിയ വഴിയുള്ള കൂടുതലുള്ള പറച്ചിലാണ്. ആണല്ലേ? പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ മോശം പറഞ്ഞ കുറെ പേര് എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇല്ല, നമ്മൾ അവരുടെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അവര് എനിക്ക് വന്ന് ഓരോരുത്തരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നു. പിന്നെ ചില ഡെഫമേഷനൊക്കെ പണ്ട് കൊടുത്തിട്ടുണ്ട്. ആണോ? ഓ, ഡെഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, അതൊരു ചാനലിനെതിരെയാണ്. ആണോ? വിധിയായിട്ടുണ്ടോ? ഇല്ല, അതിന് കോംപ്രമൈസ് ആക്കി വിട്ട്. അത്രയും ഭീകരമായിരുന്നോ ആ സമയത്ത്? ഈ അമ്പലത്തിന്റെ കേസ് വന്ന സമയത്ത്. ആണല്ലേ? അപ്പൊ അവര് പറഞ്ഞത് നമ്മൾ കുറച്ച് മോശമായിട്ട് പറഞ്ഞു. അപ്പൊ തന്നെ നമ്മള് അവർ മാറ്റി, പിന്നെ അത് റീടെലികാസ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ കോംപ്രമൈസ് ആക്കി വിട്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ തുടർഭരണം ഇപ്പോൾ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയം. അങ്ങേക്ക് എന്താ തോന്നുന്നത്? തുടർഭരണം ഉണ്ടാവുമോ? തുടർഭരണം ആരെങ്കിലും ഭരിക്കും. ഇലക്ഷൻ നമ്മൾ കേരളത്തിൻ്റെ കാര്യം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്തെല്ലാം ഇഷ്യൂസ് വന്നു, എന്നിട്ടും ഇപ്പോഴത്തെ സർക്കാർ തന്നെയല്ലേ വന്ന കാലാവസ്ഥ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞാണ്, ഇവിടുത്തെ കാലാവസ്ഥയും രാഷ്ട്രീയം നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ ഒക്കില്ല, എപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാൻ ഒക്കില്ല. അതുകൊണ്ട് ഞാനതിനെ പറ്റി പ്രത്യേകിച്ച് ഒരു കമൻ്റ് ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഇതുവരെ എന്തായാലും പൊളിറ്റിക്സിൽ നമുക്ക് കാലുവെക്കാൻ താല്പര്യമില്ല. ഒരു രാജകുടുംബം അല്ലെങ്കിൽ ഭരിച്ചിരുന്ന ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയിൽ അങ്ങേക്ക് എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഭരണമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നാളെ ഞാൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയാലോ മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവില്ലേ? നമ്മുടെ കുറച്ചുകൂടെ ഫ്രീ ഗതാഗതം. ഞാൻ കൂടുതൽ വണ്ടി ഓടിക്കുന്ന ആളായതുകൊണ്ടാണ്. പിന്നെ ഈ സിഗ്നൽ ജമ്പിങ്, റോങ് സൈഡ് വണ്ടി ഓടിക്കുന്നവരെ ഫുട്പാത്തിൽ കൂടെ വണ്ടി ഓടിക്കുക. ശരിക്കും നമ്മളിപ്പോൾ ഫുട്പാത്തിൽ കൂടെ വണ്ടി ഓടിക്കുക ഇപ്പോൾ ചെറിയൊരു തമാശയാണ്. പക്ഷേ ഇവിടെ തന്നെ അടുത്ത ഫുട്പാത്തിൽ കൂടെ ഒരു ബൈക്കിൽ വണ്ടി ഓടിച്ച ഒരു സ്കൂൾ കുട്ടിയുടെ പല്ലൊക്കെ ഇടിച്ചു. അപ്പോൾ ഇവരൊക്കെ കർശനമായ ശിക്ഷ വേണം.